ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കണ്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ. ഇപ്പോൾ ഈ കപ്പ് തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ്സിന് അളവെടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ഏതൊരു പാത്രത്തിലാണ് അളവെടുക്കുന്നത് അതേ പാത്രത്തിൽ ബാക്കി കാര്യങ്ങളും അളവെടുത്താൽ മതിയാകും. അപ്പോൾ അതാ ഞാൻ കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതേപോലൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കപ്പ് മൈദ എടുത്താലും മതിയാകും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂണാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഇല്ല, അതിലൊരല്പം കുറച്ചിട്ട് ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ സോഡാപ്പൊടി എന്ന് പറയില്ലേ അത്. പിന്നെ ഞാൻ ഒരു നുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പകരം ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാകും. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ 3 പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു വേറൊരു ബൗളിലേക്ക്, ക്ലീനായ വേറൊരു ബൗളിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തീരെ വെള്ളമൊന്നും ഇല്ലാതെ ക്ലീനായ ഒരു മിക്സിയുടെ ജാറെടുത്ത് വയ്ക്കുക. ഇതിലേക്ക് ഞാൻ 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു മീഡിയം സൈസ് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നല്ല തരിയുള്ള പഞ്ചസാരയാണ്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 കോഴിമുട്ടയാണ്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ എടുക്കാം കേട്ടോ. പിന്നെ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വരുന്ന വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല്, തണുപ്പില്ലാത്ത പാല് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നാടൻ കോഫി പൗഡർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. 5 രൂപയേ ഉള്ളൂ. ഈ നമ്മൾ വിൽമപ്പാലൊക്കെ വിൽക്കുന്ന കടകളിൽ 5 രൂപയുടെ പാക്കറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഏത് കടകളിലാണോ കിട്ടുന്നത് അവിടെ നിന്ന് നമുക്ക് ഒരു 5 രൂപയുടെ ഈ ഒരു കേക്കിന് ഒരു 5 രൂപയുടെ കോഫി പൗഡർ കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്താ പറയുക, കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കോഫി പൗഡർ മതി. കോഫി പൗഡറിൻ്റെ ഒരു കേക്കാണല്ലോ നമ്മൾ കോഫി കേക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാകും, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 45 സെക്കൻഡ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലൊരു ബൗളിലേക്ക്, ക്ലീനായ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറച്ച് വീതം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലൊരു വിസ്ക് കൊണ്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് മിക്സിയിൽ ചെയ്തു. നിങ്ങൾക്ക് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ബീറ്ററിലും ചെയ്തെടുക്കാം കേട്ടോ. അതൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിലും ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. മിക്സി ഇല്ലെങ്കിൽ പോലും ഇതേപോലെ ഒരു വിസ്ക് കൊണ്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ള പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. വിസ്ക് കൊണ്ട് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ എന്താ ഇതേപോലെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് അല്പം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നോക്കാം, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഇതാ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതൊരു 5 മിനിറ്റ് നമ്മൾ ആ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റാണ് നമ്മുടെ ഈ ബേക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതായോ എന്ന് അറിയുന്നത് നമ്മൾ ഇങ്ങനത്തെ പാത്രം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. പിന്നെ നല്ലൊരു മണം വരും. അതാണ് നമ്മൾ ഏത് കേക്കാണെങ്കിലും ബേക്കായി എന്ന് മനസ്സിലാവുന്നത് അത്യാവശ്യം നല്ല കേക്കിൻ്റെ ഒരു മണം വരും. അപ്പോഴ് തുറന്ന് നോക്കിയാലും മതിയാകും. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കൊരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഇതാ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്, കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, എന്നാലും അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് നമ്മുടെ കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ ഇഷ്ടമാകുന്ന എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.